കായിക സംവാദത്തിലെ പ്രസംഗത്തിൽ പുതിയ രാജ്യാന്തര സ്റ്റേഡിയം സംബന്ധിച്ച് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നടത്തിയ അറിയിപ്പ് പ്രഥമദൃഷ്ട്യാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നോട്ടീസ് നൽകിയെങ്കിലും അത് വെറും താക്കീതിൽ ഒതുങ്ങും. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥി എളമരം കരീമും മറ്റും ചേർന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോയത് സംബന്ധിച്ച് വിവാദം രൂക്ഷമാവുകയാണ്. വീഡിയോഗ്രാഫറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വിശദീകരണം എഴുതി വാങ്ങിയെന്നാണ് റിപ്പോർട്ട്. ചിത്രീകരണം തടസ്സപ്പെടുത്തിയതായി വീഡിയോഗ്രാഫർ വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ചുമതലയുള്ള കളക്ടറേറ്റിലെ സീനിയർ ഫിനാൻസ് ഓഫീസർ കെ.പി. മനോജൻ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വീഡിയോഗ്രാഫറിൽ നിന്ന് പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയെന്നാണ് വിവരം. ഇക്കാര്യം സീനിയർ ഫിനാൻസ് ഓഫീസർ നിഷേധിച്ചുവെന്നും ഇതേ വാർത്തയിൽ പറയുന്നു. CPM-ന് ജീവനക്കാർക്കിടയിലുള്ള സംഘടനാ സ്വാധീനം ഉപയോഗിക്കാനായി എന്നാണ് ആരോപണം. വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിൽ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി വീഡിയോ മായ്പിച്ചു കളഞ്ഞതായാണ് വിവരം. തനിക്കൊപ്പമുള്ള സർവേലൻസ് ടീം ഓഫീസർ പറയാതെ മായ്ക്കാനാവില്ലെന്ന് വീഡിയോഗ്രാഫർ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥനെ കൂടി അകത്തേക്ക് വിളിപ്പിച്ചു. ഇദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും തട്ടിക്കയറിയെന്നും കയ്യേറ്റത്തോളം എത്തിയെന്നുമാണ് അറിയുന്നത്. അരമണിക്കൂർ കഴിഞ്ഞാണ് ഇരുവരെയും പുറത്തുവിട്ടത്. ഈ ആരോപണം ശരിയെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനമാണ് കരീം നടത്തിയത്. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പോലും അയോഗ്യത വരും. എന്നാൽ ഈ തരത്തിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ അട്ടിമറി നീക്കവും സജീവമാണ്. പെരുമാറ്റച്ചട്ടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യരുത് എന്ന ചട്ടം ലംഘിച്ചതായാണ് നോട്ടീസിലുള്ളത്. അതിനിടെ കഴിഞ്ഞ വർഷം നവംബറിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ കോഴിക്കോട്ടെ സ്റ്റേഡിയം നിർമ്മാണം തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരുന്നതായും ഇത് സംബന്ധിച്ച് 3 യോഗങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞെന്നും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. കളക്ടറുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ മറുപടി നൽകുമെന്നും അറിയിച്ചു. 7 ദിവസത്തിനകമാണ് മറുപടി നൽകേണ്ടത്. ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും UDF ആവശ്യപ്പെട്ടു. പ്രചരണത്തിനായി കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള തടമ്പാട്ട് താഴം ഗാന്ധി പാർക്ക് ഉപയോഗപ്പെടുത്തിയതിനെതിരെയും നടപടി വേണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു.